എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ വീഡിയോ മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ പാർട്ട് 2 എന്ന രീതിയിൽ രണ്ടാമത്തെ ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട്. അതും കൂടെ കാണാം. രണ്ട് വീഡിയോയും അത്യാവശ്യം ദൈർഘ്യമേറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോയുടെ എന്നാലും രണ്ട് വീഡിയോയും 10 മിനിറ്റോളം, അതും ഒരു 10-15 മിനിറ്റോളം തന്നെ കാണും. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ആയതിന് ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയും നമ്മുടെ ചാനലിലൂടെ തന്നെ പ്രതീക്ഷിക്കാം. വിശദമായ +1 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. സ്കൂൾ, കോഴ്സ്, ഡിസ്ട്രിക്റ്റ്, ജില്ല മാറാം. ഹാപ്പിയാണല്ലോ, സന്തോഷമാണല്ലോ. ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റിലൂടെ ആശങ്കകളും പ്രശ്നങ്ങളും നമ്മളെ അറിയിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാടാ നിങ്ങളുടെ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം എന്ന രീതിയിൽ +1 അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സർക്കുലറിൽ വന്ന കാര്യമാണ്. ചൊവ്വാഴ്ച ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആരംഭിക്കാൻ പോകുകയാണ്. ചൊവ്വാഴ്ച ജൂലൈ 30 എന്ത് ചെയ്യും? ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കും. +1ൻ്റെ വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും +1 അലോട്ട്മെൻറ്റ്, +1 റിസൾട്ട്, ഇമ്പ്രൂവ്മെൻറ്റ്, എക്സാം പോലെയുള്ള എല്ലാ അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ഈ വരുന്ന ചൊവ്വാഴ്ച hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ ആരംഭിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ വിളിച്ചുവെങ്കിലും ഒരുപാട് വിദ്യാർത്ഥികൾ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. 1ാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിച്ചില്ലായിരുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് സ്കൂളും ഫസ്റ്റ് കോഴ്സും ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിച്ചില്ലായിരുന്നു എന്നുള്ളത് വളരെ സുപ്രധാനമായി ഉയർന്നു വന്ന എൻ്റെ ചാനലിൻ്റെ കമൻ്റ് അടിയിലായിക്കോട്ടെ, മറ്റ് വീഡിയോസിൻ്റെ കമൻ്റ് അടിയിലായിക്കോട്ടെ, മറ്റ് യൂട്യൂബ് ചാനലിൻ്റെ കമൻറ്റിൻ്റെ അടിയിലായിക്കോട്ടെ ഒക്കെ ഉയർന്നു വന്ന വിദ്യാർത്ഥികളുടെ ഒരു പരാതി തന്നെയാണിത്. 1ാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ച ഒരു വിദ്യാർത്ഥിക്കും കഴിഞ്ഞ ട്രാൻസ്ഫറിന് അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സെക്കൻഡ് ട്രാൻസ്ഫറിൻ്റെ കാര്യമെടുക്കുമ്പോൾ നേരെ വിപരീതമാണ് കാര്യം. ഈ സെക്കൻഡ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ കൃത്യമായി തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞേക്കാം. ഈ കേരളത്തിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 35,000-ഓളം വേക്കൻസികളാണ് കേരളത്തിൽ ഒഴിഞ്ഞു കടന്നത്. 35,000-ഓളം വേക്കൻസി ലിസ്റ്റുകൾ കേരളത്തിൽ ഒഴിഞ്ഞു കടന്നിരുന്നു. അപ്പോൾ അതിൽ 12,600 അപേക്ഷകൾ മാത്രമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി വന്നിരിക്കുന്നത്. 35,000 വേക്കൻസികളിലേക്ക് 12,647 അപേക്ഷ, 40-നും 600-നും 12,600-നും 700-നും ഇടയ്ക്ക് മാത്രമാണ് അപേക്ഷ വന്നിരിക്കുന്നത്. അതിൽ പരിഗണിച്ചതോ 12,047 വിദ്യാർത്ഥികളെ. 666 വിദ്യാർത്ഥികളെ എന്തു ചെയ്തു? അപേക്ഷയിലെ പിഴവുകൾ കാരണവും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ വേക്കൻസി ലിസ്റ്റ് പ്രകാരം അപേക്ഷ പുതുക്കാത്തതുമായ 666 വിദ്യാർത്ഥികളെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ പട്ടികയിൽ നിന്നും പുറത്താക്കി. അപ്പോൾ 35,000-ഓളം വേക്കൻസികളിലേക്ക് വന്ന അപേക്ഷകളെന്ന് പറയുന്നത് 12,647 അതിൽ 666 അപേക്ഷകൾ എന്തു ചെയ്തു? സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തള്ളിക്കളഞ്ഞു, പരിഗണിച്ചിട്ടില്ല. ആ സ്റ്റുഡൻസിനെ വെറും 12,047 സ്റ്റുഡൻസിനെ മാത്രമാണ്
12,047 സ്റ്റുഡൻസിന് മാത്രമാണ് എന്ത് ചെയ്തത്, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിച്ചത്. അതും പരിഗണിച്ചതിൻ്റെ കൂട്ടത്തിൽ മാത്രം ഈ 12,047 വിദ്യാർത്ഥികളിൽ എത്ര പേർക്ക് അലോട്ട്മെൻറ്റ് കിട്ടി എന്നുള്ളത് എടുത്തു പരിശോധിക്കണം. 35,000-ഓളം വേക്കൻസികളിലേക്ക് വന്ന 12,666 അപേക്ഷകളിലേക്ക് 12,000 സംതിങ് അപേക്ഷകളിലേക്ക് എന്ത് ചെയ്തു, അപേക്ഷകളാണ് മാത്രമാണ് വന്നത്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 666 വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്തു. ബാക്കിയുള്ള 12,047 അപേക്ഷകൾ മാത്രമാണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 12,047 വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പോലും നിങ്ങൾക്ക് പേടിക്കേണ്ട, സെക്കൻഡ് ട്രാൻസ്ഫർ നിങ്ങൾക്കൊരു വകയുണ്ടാകുമെന്നുള്ളത് വാസ്തവം തന്നെ. കാരണം നിങ്ങൾക്കിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്, ഇനിയും കേരളത്തിൽ 20,000-ഓളം വേക്കൻസി ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഹാപ്പിയാണല്ലോടാ, സന്തോഷമാണല്ലോ. 20,000-ഓളം വേക്കൻസികൾ, 35,000-ഓളം വേക്കൻസികളിലേക്ക് 12,000 അപേക്ഷകളാണ് വന്നത്. 12,000 ഈ 13,000 കൂട്ടിക്കോ, എന്നാൽ പോലും 22,000 അപേക്ഷകളാണ്. അതിൽ 12,047 പേരെ മാത്രമേ പരിഗണിച്ചു. എന്നാലും ഒരു 22,000-നും 23,000-നും ഇടയിൽ വേക്കൻസികൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്. 23,000-ഓളം സീറ്റുകൾ ഇപ്പോഴും കേരളത്തിൽ ഒരു വിദ്യാർത്ഥികൾക്കും കിട്ടാതെ ഒഴിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇനിയിപ്പോൾ 23,000-ഓളം സീറ്റുകൾ എന്നുള്ളത് നമ്മുടെ വാസ്തവം മാത്രമാണ്. ഇനിയിപ്പോൾ കണ്ട് 12,047 വിദ്യാർത്ഥികളെ എന്ത് ചെയ്തു, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചു. പക്ഷേ ഈ 12,047 വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്തോ, സീറ്റ് കിട്ടിയോ? ഈ 12,047 വിദ്യാർത്ഥികൾക്കും സീറ്റ് കിട്ടിയോ? കുറേ പേർക്ക് കിട്ടി, കുറേ പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ 23,000-ന് മേലെ സീറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇനി +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് 23,000-നോളം മേലെ സീറ്റുകൾ കേരളത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു കിടപ്പുണ്ടാ. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഇതുപോലെ ഒരു സീറ്റ് വേക്കൻസി സെക്കൻഡ് ട്രാൻസ്ഫറിന് ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഇത്രയും 23,000-ഓളം വേക്കൻസികൾ സെക്കൻഡ് ട്രാൻസ്ഫറിൻ്റെ, അതായത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു, ഫസ്റ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഇനി ആകെ ഉള്ളത് ഒരു സെക്കൻഡ് ട്രാൻസ്ഫറും ഒരു സ്പോട്ട് അഡ്മിഷനും മാത്രമാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ടാ, ഇനി 23,000-ന് മേലെ അപേക്ഷകൾ. അതിനാണെങ്കിലോ ആദ്യം വിളിക്കുന്നതോ സെക്കൻഡ് ട്രാൻസ്ഫറും. ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലേക്കും ഇഷ്ടപ്പെട്ട കോഴ്സുകളിലേക്കും മാറാൻ പറ്റുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ. ഇപ്പോൾ സയൻസ് എടുത്ത് സയൻസ് പഠിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികൾ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം. ഇനി ഹ്യൂമാനിറ്റീസ് എടുത്തു എനിക്ക് സയൻസാണ് വേണ്ടതെങ്കിൽ അങ്ങോട്ട് മാറാം. കൊമേഴ്സാണ് വേണ്ടത്, ഇനി കൊമേഴ്സ് എടുത്ത് അതൊന്നും പഠിക്കാൻ 1 മാസത്തോളം ആയാലോ ക്ലാസ് തുടങ്ങി സയൻസിലോ കൊമേഴ്സിലോ ഇട്ട് സയൻസിലെ കെമിസ്ട്രിയും ബയോളജിയും സുവോളജിയും ബോട്ടണിയും ഒന്നും മനസ്സിലാകുന്നില്ല. ഇനി കൊമേഴ്സ് എടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിലതാ നിങ്ങൾക്കിതാ ഹ്യൂമാനിറ്റീസിലേക്ക് മാറാൻ അവസരം. ഇനി ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് സയൻസോ കൊമേഴ്സോ പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്കും ഇതാ മാറാനുള്ള അവസരം. ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കും, ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും, അതേ സ്കൂളിലെ അതായത് 3 തരത്തിലാണ് ട്രാൻസ്ഫർ നടക്കുക. ഒരു സ്കൂളിൽ നിന്നും ആ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും, ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കും, ഇനി ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ അതേ കോഴ്സ്. അതായത് ആദ്യം ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് സയൻസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. ഈ വിദ്യാർത്ഥി പഠിക്കുന്നത് GHS തായന്നൂരാണ്. ആ വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ കോടോത്ത് GHSയിലേക്ക് മാറാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ വിഭാഗം. ഇനി ഒരു സ്കൂളിലെ മറ്റൊരു വിഭാഗത്തിലേക്കെന്ന് പറയുമ്പോൾ, ഇപ്പോൾ GHS തായന്നൂരിൽ സയൻസ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്ക് എന്ത് വേണം, GHS കോടോത്ത് സ്കൂളിലെ എന്ത് ചെയ്യണം, കൊമേഴ്സോ സയൻസോ വേണം. കൊമേഴ്സ് വേണമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ സയൻസ് വേണമെന്ന് വിചാരിച്ചോ. അന്നേരം കൊമേഴ്സ് വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇവിടെ സയൻസല്ല പഠിക്കുന്നത്. ഇവിടെ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒന്നുകൂടെ പറയാം, എല്ലാം കൃത്യമായിട്ട് പറയാം. ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിൽ, അതായത് ഞാനിപ്പോൾ GHS ആദ്യത്തെ വിഭാഗക്കാരെക്കുറിച്ച് ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പറയാം. ഇപ്പം ഞാനല്ല, ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് GHS തായന്നൂർ സ്കൂളിലെ സയൻസാണ് പഠിക്കുന്നത്. ആ വിദ്യാർത്ഥിക്ക് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറാം. അതായത് ഒരു സ്കൂളിലെ
ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക്. അതാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ അതേ കോഴ്സിലേക്ക്, അത് GHSS തായ്നൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് GHSS കോടോത്ത് സ്കൂളിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഹ്യൂമാനിറ്റീസിന് തന്നെ മാറാൻ സാധിക്കും. അത് സ്കൂൾ മാറിയതുള്ളൂ, കോഴ്സ് എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. ഇനി മൂന്നാമത്തെ വിഭാഗം വിദ്യാർത്ഥികളാണ് സ്കൂളും കോഴ്സും വേറെ വേറെ. ഇപ്പോൾ ഈ വിദ്യാർത്ഥി ഇവിടെ പഠിച്ചു GHSS തായ്നൂർ പഠിച്ചത്, GHSS തായ്നൂർ സ്കൂളിൽ പഠിച്ചത് എന്താണ്, സയൻസോ കൊമേഴ്സോ ആണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് GHSS കോടോത്ത് സ്കൂളിലേക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് പോകാം. അതായത് പഠിച്ച സ്കൂളും കോഴ്സും മാറാം. ഇങ്ങനെ 3 കൂട്ടം അപേക്ഷയാണ്. ഇനി ജില്ലയും നിങ്ങൾക്ക് മാറാം, നിങ്ങൾക്ക് മറ്റ് ജില്ലയിലേക്കും അപേക്ഷ കൊടുക്കാം. ഇപ്പോൾ മറ്റ് കേരളത്തിലെ 14 ജില്ലകളിലേക്കും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ജില്ല മാറാനും നിങ്ങൾക്കൊക്കെ അവസരമുണ്ട്. ഒരു വിദ്യാർത്ഥിനോട് പണ്ട് ചോദിച്ചിരുന്നു, പത്തനംതിട്ടയാണ് എനിക്ക്, മലപ്പുറമാണ് എൻ്റെ ജില്ല, പക്ഷേ എനിക്ക് എന്താ പത്തനംതിട്ടയിലാണ് എനിക്ക് കിട്ടിയത്, എനിക്ക് മലപ്പുറത്തേക്കൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നിനക്കും മാറാടാ, നീയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്കും മാറാം. ജില്ല മാറി അപേക്ഷ കൊടുക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല. ഫസ്റ്റ് അലോട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ. ഇനി വരുന്ന വീഡിയോയും നിർബന്ധമായി കണ്ടിരിക്കുക.